ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സേതുവിനെയും പൂർണിമാമേനെയാണ്. അപ്പോൾ പൂർണിമാമ ഭക്ഷണം കൊണ്ട് നേരെ സേതുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഭക്ഷണം കഴിക്കുക, സാരമില്ല, നീ വിഷമിക്കണ്ട. അതെ, നീ ഇവിടെ ആരും അത്താഴിപ്പണ്ണി കിടക്കുന്നത് എനിക്കിഷ്ടല്ല, നീ കഴിച്ചേ പറ്റൂ എന്ന് പൂർണിമാമ കട്ടായം തന്നെ നിർബന്ധമായിട്ട് അങ്ങ് പറയാണ്. അത് പിന്നെ പൂർണിമാമേ, നീ ഒന്നും ചെയ്യണ്ട, നീ കഴിച്ചാൽ മാത്രം മതി, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ പൂർണിമാമ വാരി കൊടുക്കുകയാണ് നമ്മുടെ സേതുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. സേതു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചതാ എന്ന് പറഞ്ഞു. എന്താ? കുട്ടിക്കാലത്ത് എന്നെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മ ഒന്ന് അടുത്ത് വന്നിരുന്ന് എനിക്ക് ഭക്ഷണം ഒന്ന് വാരി തരണം എന്ന്. സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെ അമ്മമാരും വരും, പക്ഷേ എങ്കിൽ അന്നൊന്നും എനിക്ക് മാത്രം ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതെ, അന്ന് ഞാൻ കണ്ട ആ സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നമാ ഇപ്പോ ദേ ഈ പൂർണിമാമ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിനക്ക് ഒരമ്മയ്ക്ക് പകരം ഇപ്പൊ രണ്ടമ്മയെ കിട്ടിയില്ലേ, ലക്ഷ്മിയും ഞാനും. എന്താ അത് നിനക്ക് സന്തോഷമല്ലേ? നഷ്ടപ്പെട്ടത് മുഴുവൻ ജീവിതം നിനക്ക് ഓരോന്നായി തിരിച്ചു തന്നോണ്ടിരിക്ക മോനെ, നീ സമാധാനായിട്ടിരിക്ക. നീ കണ്ടോ, ഒരിക്കൽ എന്താണെങ്കിലും ലക്ഷ്മിയെയും നിനക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും മോനെ എന്ന് വിളിച്ച് അവരും നിന്റെ അടുത്തേക്ക് വരും. അമ്മമാർക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനാ മോനെ, അത് നീ മനസ്സിലാക്ക. മക്കളെ ഒരിക്കലും അമ്മമാർക്ക് മറക്കാൻ പറ്റില്ല, എനിക്കും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയെ മറക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞു. മോൻ വിഷമിക്കാതെ. അതെന്തുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ എന്നെ തേടി വരാത്തത്? സാഹചര്യം കൊണ്ടായിരിക്കും അല്ലേ പൂർണിമാമേ? അല്ലെങ്കിൽ ഇങ്ങനൊരു മകൻ ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണോന്ന് അറിയില്ലല്ലോ. അതൊന്നുമല്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി, എനിക്ക് ഒന്ന് കാണണം, ഒരനുഗ്രഹം വാങ്ങണം, അത്രയൊക്കെ ഉള്ളൂ എനിക്ക്. പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കണം, അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹങ്ങള്. സാധിക്കുമായിരിക്കും അല്ലേ? സാധിക്കും, നിന്റെ ആഗ്രഹം എന്തായാലും നടന്നിരിക്കും. നോക്കാം, നടക്കട്ടെ അല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ ഈ സേതു കാത്തിരിക്കുന്നത് തന്നെ. സത്യമായിട്ടും ഒരമ്മയ്ക്ക് പകരം രണ്ടമ്മമാര് അപ്പുറത്തും ഇപ്പുറത്തും. എന്ത് സന്തോഷാലേ, എന്ത് ഭാഗ്യല്ലേ എനിക്കത്. അതെ, അത് ഭാഗ്യം തന്നെയാ, നിന്റെ അല്ല, ഇതേ എന്റെ ആട്ടോ. എനിക്ക് നിന്നെ പോലെ ഒരു മോനെ കിട്ടിയില്ലേ, അത് ഈ അമ്മയുടെ പുണ്യം തന്നെയാ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാ സേതു. അപ്പൊ വാരി പൂർണിമാമ വയറ് നിറച്ച സേതുവിനെ കഴിപ്പിക്കുകയാണ്. കാണുന്നത് പല്ലവീനെയാണ്. അപ്പൊ പല്ലവി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ശോഭ അതിലെ ഇങ്ങനെ തയ്ച്ച തുണി കൊണ്ട് കൊടുക്കാൻ പോവാ. മുഴുവനും തയ്ച്ചോ ശോഭയെ? തയ്ച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് ശോഭ ഇതുകൊണ്ട് വരുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? വരാനെന്താ, തരാൻ കാശില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഞാൻ കാശ് ചോദിച്ചോ? രാധാമണിയുടെ മോള് പ്രസവത്തിന് വരാൻ പോവല്ലേ, അതെനിക്കറിയാം, ഒരുപാട് ചെലവുകൾ ഉണ്ടാവും എനിക്കറിയാം. സാരമില്ല, ഇപ്പൊ തയ്ച്ചതിന്റെ പൈസ പിന്നെ തന്നാ മതി. ശോഭേ അത് എന്ന് പറഞ്ഞു. സാരമില്ലെന്നേ, നമ്മളൊക്കെ മനുഷ്യരല്ലേ രാധാമണി, പരസ്പരം മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ കാശ് ഇന്ന് വരും നാളെ പോവും, അതുപോലെയാണോ ബന്ധങ്ങള്? അതെന്നും ഉണ്ടാവേണ്ടത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. മോളോട് എന്റെ അന്വേഷണം ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. ശരി ശോഭേ, എന്തായി പല്ലവിയുടെ കാര്യം എന്ന് ചോദിച്ചു. സത്യന എന്താവാനാ, ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കഷ്ടായി പോയി അല്ലേ, വിധിച്ചതല്ലേ രാധാമണി എന്റെ മോക്ക്. ഒന്നാലോചിച്ചാല് ശരിക്കും പറഞ്ഞാല് അവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഇന്ന് അഭിമാനം മാത്രമേ തോന്നുള്ളൂ രാധാമണി, സത്യ ഞാൻ ഈ പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി അപ്പുറത്ത് മാറി നിന്ന് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാണ് കേട്ടോ. അമ്മയെ കണ്ട് അങ്ങോട്ടേക്ക് വന്നതാണ് ആള്. സത്യത്തില് ഇന്ന് സ്വന്തം ജോലി എടുത്ത് അവള് ജീവിക്കുന്നത്, അത് തന്നെ ഒരു അഭിമാനമുള്ള കാര്യമല്ലേ. ആരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. കുഴപ്പം പിടിച്ച് ഈ സമൂഹത്തില് അഭിമാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും അവരെ നമ്മൾ പഠിപ്പിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. ഇനിയുള്ള കാലത്ത് അങ്ങനെ ഒരു പഠിപ്പ് അത്യാവശ്യം രാധാമണി എന്ന് പറഞ്ഞു. ശരിയാ ശോഭ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കരുതിയതേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ എന്റെ മോള് തളർന്നു പോകും എന്നാ ഞാൻ കരുതിയത്. പക്ഷേ എങ്കിലുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായില്ല. എനിക്ക് അവളെ കുറിച്ച് ഓർത്ത് ഇന്ന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ, അത്ര അഭിമാനം എനിക്ക് എന്ന് പറഞ്ഞു.
വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ ചതിക്കപ്പെട്ടു എന്നറിയുമ്പോ എന്താണോ ഓരോ പെൺകുട്ടികളും ചെയ്യേണ്ടത് അത് തന്നെയാ എന്റെ മോളും ചെയ്തത്. പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ തന്നെ കുറിച്ച് പറയുന്ന കേട്ട് കേട്ടോ. എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല, മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. മിടുക്കിയല്ലേ അവള്, നല്ല കുട്ടിയല്ലേ അവള്, അവക്ക് എന്നും നല്ലതേ വരുള്ളൂ രാധാമണി എന്ന് പറഞ്ഞു. അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ ഭയങ്കര സന്തോഷത്തിൽ ശരി എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ശോഭ അങ്ങോട്ട് പോകുന്ന കണ്ടിട്ട് പുറകെ ചെല്ലാണ് പല്ലവി. എന്നിട്ട് അമ്മേ എന്നൊരു വിളി. അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞു നിന്ന് കരയാൻ തുടങ്ങി. അയ്യോ കരയില്ലേ, നീ എന്തിനാ കരയുന്നത്? എന്താ മോളെ എന്തിനാ കരയുന്നത്? നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മയ്ക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത് എന്ന് പറഞ്ഞു. സത്യമായിട്ടും ഞാൻ കരുതിയത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്നാ. ദേഷ്യോ? നിന്നോടോ? എനിക്കോ? എന്തിന്? അങ്ങനെ എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയോ എന്റെ മോളെ നിന്നോട്? ഒരിക്കലും കഴിയില്ല. ചിലപ്പോ ഇതൊക്കെ ആലോചിക്കുമ്പോ സങ്കടമൊക്കെ വരും. ആ സങ്കടത്തില് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊന്നും എന്റെ മോളോടുള്ള അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, എന്റെ സങ്കടം കൊണ്ട് മാത്രം പറഞ്ഞു പോയതാ. ഞാനൊരു അമ്മയല്ലേ മോളെ, അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു. പിന്നെ തയ്ച്ചത് കൊണ്ടുവന്ന് കൊടുത്തിട്ടേ ഞാൻ പോവാട്ടോ, അതിനു വേണ്ടി വന്നതാ. ഞാനൊരു സാധാരണക്കാരിയല്ലേ, എന്റെ മനസ്സിലെ ചിന്തകള് ചിലപ്പോ അത് ഇങ്ങനെ ചിലപ്പോ മാറിയും മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചെന്നും വരും. എന്ന് വെച്ച് എന്റെ മോളോട് ഒരിക്കൽ പോലും ഈ അമ്മയ്ക്ക് എനിക്ക് ദേഷ്യം തോന്നിയിട്ടേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇനി തോന്നുകയില്ല, മോൾ അത് ഓർക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, പല്ലവി ഇങ്ങനെ ഓർത്തിട്ട് പല്ലവിക്ക് ഭയങ്കര സങ്കടം. അയ്യേ കരയണോ നീ? എല്ലാം ശരിയാകും. ദേ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം നിനക്ക് കിട്ടും. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ പ്രാർത്ഥനകള് എല്ലാം അങ്ങനെ ദൈവങ്ങൾ അങ്ങനെ തള്ളിക്കളയൊന്നുമില്ല മോളെ. ഞാൻ അമ്മയെ ഒരുപാട് തെറ്റിദ്ധരിച്ചമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്തിന് ക്ഷമിക്കാൻ? അതിന് നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. പക്ഷെ ചെയ്തത് മുഴുവൻ ആ ഇന്ദ്രൻ മാത്രാണ്. അതിനുള്ള ശിക്ഷ അവനെന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല, ഉറപ്പ്. മോള് ധൈര്യമായിട്ടിരിക്കുക. നീ വല്ലതും കഴിച്ചോ രാവിലെ? ആ അമ്മ കഴിച്ചോ? കഴിച്ചു. ദോശയായിരുന്നു ഇന്ന് രാവിലെ വീട്ടില്. എനിക്കും അത് തന്നെയായിരുന്നു അമ്മേ എന്ന് പറഞ്ഞു. നീ എന്നെ ഒന്ന് വിളിക്കണം. ആ രാധാമണിയോട് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ബന്ധങ്ങൾക്കാണ് വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മോളൊരു കാര്യം ചെയ്യണം, ഇടയ്ക്ക് നിന്റെ സ്വരം കേൾക്കാൻ വല്ലാതൊരു മോഹം തോന്നും എനിക്ക്. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് വിളിച്ചാല് നീ തിരക്കിലാണോന്ന് അറിയില്ലല്ലോ. ഇടയ്ക്ക് മോളൊന്ന് വിളിക്കണേ. ആ വിളിക്കില്ലേ? വിളിക്കാമേ എന്ന് പറഞ്ഞു. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തില് ശോഭ അങ്ങ് പോയി. അപ്പൊ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മനസ്സിൽ എന്തോ ഒരു കുളിർമ, അമ്മയുണ്ടായിരുന്ന ആ ദേഷ്യവും സങ്കടവും ഒക്കെ ആൾക്ക് മാറിക്കിട്ടി. നമ്മൾ കാണുന്നത് കാട്ടൂരാനെയാണ്. അപ്പൊ കാട്ടൂരാൻ ഇന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കയറി വന്നോണ്ടേ തന്നെ എന്റെ ശരീരം നോവിച്ച ആരെയും ഞാൻ വെറുതെ ഇതുവരെ വിട്ടിട്ടില്ല. അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാറുമില്ല, വരാറുമില്ല. പക്ഷെ താനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് എന്ന് ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അമ്മേ ദേ വക്കീൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് നമസ്കാരം സാർ. നമസ്കാരം. അവളുണ്ടല്ലോ പല്ലവി, അവളെ വെറുതെ വിടരുത്. അവളെ ഒരു ദിവസം പോലും ഇവന്റെ കൂടെ താമസിച്ചിട്ടില്ല. അതെ, ഇല്ലെങ്കിലുണ്ടല്ലോ അവളെ ഇവിടെ കൊണ്ടുവരണം. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, അവര് കൊടുത്തിരിക്കുന്ന ആ വക്കീലിന് ഇതൊക്കെ ഞാൻ വായിച്ചു. പക്ഷേ എങ്കിലുണ്ടല്ലോ അത് ഇച്ചിരി പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചു. അതെന്താ എങ്ങനെയാ പറയുന്നത് വക്കീല്? അതെന്താന്ന് വെച്ചാലേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഇതുമായിട്ട് പല്ലവി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോ മേൽക്കോടതിയിൽ നിന്ന് അവക്ക് ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അയ്യോ വക്കീലെ അത് വേണ്ട, അവളെ പിരിന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വക്കീലെ. സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എങ്കിൽ വാശി തന്നെയാ എനിക്ക് എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ഒരേ ഒരു പെണ്ണല്ലേ അവള്, അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അവളെ? അവൾ അങ്ങനെ മിടുക്കി ആവണ്ട എന്ന് പറഞ്ഞു. അതെ, നിയമത്തിൽ തന്റെ പകയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നറിയാമല്ലോ. പിന്നെ തനിക്കെതിരെ എന്തെങ്കിലും സോളിഡ് ആയിട്ട് ഒരു പ്രൂഫ് ആ മേൽക്കോടതിയിൽ ഹാജരാക്കാൻ അവൾക്ക് കഴിഞ്ഞാൽ ഉറപ്പാ പല്ലവി ഡിവോഴ്സ് വാങ്ങിയിരിക്കും, ഒരു സംശയം വേണ്ട ഇന്ദ്ര എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ ഒന്ന് പേടിച്ചു കേട്ടോ. ഇനി എന്താ ചെയ്യാന്ന്? അമ്മേ ആ ബാഗ് ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞു. അപ്പൊ രാജലക്ഷ്മി എന്ന് ബാഗ് എടുത്തോണ്ട് വരികയാണ്. അപ്പൊ ബാഗ് നിറച്ച് പണമാണ് കേട്ടോ. അപ്പം വക്കീല് എന്താണെങ്കിലും വക്കീൽ ഇതുവരെ
വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കേസും വക്കീല് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പണം കാണിച്ച് മയക്കി. അപ്പൊ കാട്ടൂരാൻ പണത്തിന്റെ മണ്ട വീഴുന്ന ആളാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും തന്നെ ആളുടെ കണ്ണൊക്കെ മഞ്ഞളിച്ച് ആള് ഭയങ്കര സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കൊള്ളാം എന്നുള്ള മട്ടില് ഇഷ്ടപ്പെട്ടു, സുഖിച്ചു. അപ്പൊ ഇടയ്ക്ക് രാജലക്ഷ്മിയെ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വക്കീലെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. എനിക്ക് വേണ്ടത് സാറിന്റെ ബുദ്ധിയും കഴിവുമാണ്. അത് സാറിന്റെ ട്രാക്ക് റെക്കോർഡ്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയണത്. ശരി, എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ഒക്കെ അനുസരിക്കേണ്ടി വരും. അതിന് തയ്യാറാണോ? അതെ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പെണ്ണിട്ടേച്ചു പോയി എന്ന നാണക്കേട് അതൊന്ന് മാറ്റി തന്നാൽ മാത്രം മതി. അവൾ ഒരു ദിവസം എങ്കിലും ഇവിടെ കഴിയണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, കാട്ടൂരൻ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോരോ ബുദ്ധികളെല്ലാം. അതെല്ലാം ഇവരേറ്റു കേട്ടോ. ശരി, എല്ലാം സമ്മതിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. നീ അടുത്ത പണി കൊടുക്കാനായിട്ട്. എന്റെ മോനെ, നീ എങ്ങനെയല്ല ഒന്ന് രക്ഷപ്പെട്ടാ മതി. അപ്പൊ കാട്ടൂരാൻ പണം വാങ്ങിയിട്ട് ശരി എടുത്തോ. അപ്പൊ ശരി, എല്ലാം സെറ്റാക്കി. പല്ലവി ഒരു സാധാരണ പെണ്ണല്ല. ആ ഓർമ്മ എപ്പോഴും നിങ്ങൾക്ക് രണ്ടാൾക്കും വേണം. ഇല്ലെങ്കിലുണ്ടല്ലോ, പോരാത്തതിന് അവക്ക് സഹായത്തിന് ഇപ്പം ആൾക്കാർ കൂടുതലുമാണ്. അതുകൊണ്ട് പണം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് മാത്രമേ അവളെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പ്രയോഗിച്ചോളാം. പക്ഷേ എങ്കിൽ കൂടെ നിന്നോണം. അത് മതി, എനിക്ക് നീ സമാധാനമായിട്ടിരിക്കാലോ. ഓക്കെ, ശരി എന്നാ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോവാണ്. നമുക്ക് ഉറപ്പ് നടക്കുമോ വക്കീലെ? എല്ലാം നടക്കുമേ. സാറ് വാദിച്ചാൽ നമ്മൾ ജയിക്കുമേ എന്ന് ഉറപ്പിച്ച് ഇന്ദ്രനും പറയുകയാണ്. അല്ല വക്കീലെ? അപ്പൊ വക്കീല് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഇന്ദ്രൻ നേരെ വേഗം തന്നെ ഫോൺ എടുത്ത് നിഖിലിനെ വിളിക്കുകയാണ്. അപ്പൊ നിഖിൽ അടുത്ത പണി എന്താണെങ്കിലും സെറ്റ് ആക്കണമല്ലോ, ഒപ്പത്തിനൊപ്പം എല്ലാം നിൽക്കണം എന്നാണ് ഇവന്റെ ആഗ്രഹം. അപ്പൊ ഇവൻ നേരെ വിളിച്ചു നിഖിലിനെ. എവിടെയാടാ നീ? ഊട്ടിയാണോ, മൂന്നാറോ, കൊടൈക്കനാലോ, എവിടെയാ എന്നിങ്ങനെ ചോദിച്ചു. ഞാനോ? അതിലിപ്പോ എന്താ? പിന്നെ നല്ല ചോദ്യം. അതിന് കല്യാണം കഴിയണ്ടേ? അപ്പോ നീ ഡേറ്റിങ്ങിനൊന്നും പോയില്ല? നീ എന്തൊരു മണ്ടനാടാ എന്ന് ചോദിച്ചു. എടാ, നീ എന്താ ഇങ്ങനെ? അതെ, ഈ കല്യാണം കഴിക്കുന്നത് തന്നെ എന്റെ ഉപയോഗം എന്താന്ന് നിനക്കറിയോ? കല്യാണം നടക്കുന്നത് വരെയുള്ള ആ ദിവസം ഉണ്ടല്ലോ, രണ്ടു പേർക്കും പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ആ അവസരമാണ് ആ ദിവസങ്ങള്. എടാ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം? എടാ, ഡേറ്റിങ്ങിനൊന്നും അവള് സമ്മതിക്കില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, മറ്റെന്തെങ്കിലും വഴി നോക്ക്. നീ ഒരു കാര്യം ചെയ്യ, അണ്ണാനല്ലേ, മരം കയറ്റം നിന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവനിങ്ങനെ ചിരിക്കുകയാണ്. ഇന്നെങ്കിൽ ഇന്ന് വൈകരുത് കേട്ടോ, അവളെ നീ കൊണ്ടുപോയിരിക്കണം. ശ്രമിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയാണ്. വീട്ടിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സേതു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണിമാമ വിളമ്പി കൊടുക്കുന്നു. അപ്പൊ ഋതു വന്നിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. അയ്യോ, നീ കഴിക്കുന്നില്ലേ? സമയമില്ലമ്മേ. ഇത് നല്ല ശീലമല്ലട്ടോ ഋതു. നീ ഒരു ദിവസം പോലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലല്ലോ. ആരോഗ്യം നോക്കണ്ടേ മോളെ? ആരോഗ്യം നോക്കിക്കൊണ്ടിരുന്നാലേ ബിസിനസിന്റെ പാടിന് പോവും. തുണിക്കടയാ ഞാൻ നടത്തുന്നത്, വലിയൊരു ടെക്സ്റ്റൈൽസ്. അതിന് 24 മണിക്കൂർ തന്നെ എനിക്ക് തികയുന്നില്ല. ബിസിനസ് ശ്രദ്ധിക്കണ്ട നല്ല പൂർണിമാമ പറഞ്ഞത്. ആ കൂട്ടത്തിൽ സ്വന്തം തടിയും കൂടെ നോക്കണമെന്നേ പൂർണിമാമ ഉദ്ദേശിച്ചുള്ളൂ എന്ന് സേതു പറഞ്ഞു. അപ്പൊ അവൾ അങ്ങോട്ടേക്ക് വന്നു സേതുവിന്റെ അടുത്തേക്ക്. അതെ, പന്തല് പണി പോലെ അല്ല ടെക്സ്റ്റൈൽസ്, നിങ്ങൾക്കൊന്നും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഋതു അങ്ങ് പോയി. അപ്പൊ ഇത് കണ്ടപ്പോ പൂർണിമാമയ്ക്ക് സങ്കടമായി. മോനെ, അവള് പറഞ്ഞത് മോൻ കാര്യാക്കണ്ട കേട്ടോ, അവള് പൊട്ടത്രേ പറയുള്ളൂ, എന്ത് ചെയ്യാനാ? എനിക്ക് ഒരു വിഷമം ഇല്ലമ്മേ എന്ന് പറഞ്ഞു. അവള് പറഞ്ഞത് ശരിയല്ലേ, ഞാൻ പന്തല് പണിക്കാരൻ തന്നെയല്ലേ അമ്മേ എന്ന് ചോദിച്ചു. പിന്നെ പക്ഷേ ഞാൻ പന്തല് കിട്ടിയാലേ തുണിക്കടയിൽ ആൾക്കാർ വന്ന് കല്യാണ വസ്ത്രം വാങ്ങുമെന്ന് ഋതു മറന്നുപോയി, അതാണൊരു പ്രശ്നം എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഇങ്ങനെ നിന്നു. അപ്പൊ അച്ചു ചായ ആയിട്ട് വരികയാണ്. നീ കഴിക്കുന്നില്ലേ? ഞാൻ ഇത്തിരിയൂടെ കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ കല്യാണത്തിന് ഉള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കിയോ? പിന്നെ അവരെ വിട്ടുപോയി ഇവരെ വിട്ടുപോയി എന്നൊന്നും പറയാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞു. ഇല്ലേട്ടാ, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അച്ചു പറയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാ കാര്യത്തിനും ഞാൻ ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം അതുപോലെയല്ല, മാധവ് മേനോന്റെ മകൾ എന്ന് പറയുമ്പോഴേ അത് നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തണം. അതിന്റെ ക്രെഡിറ്റ് എനിക്ക്, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഭംഗിയായിട്ട് നടന്നോളും, നീ കൂടെ ഉണ്ടല്ലോ. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു ടെൻഷനും ഇല്ല എന്ന് പൂർണിമാമ പറഞ്ഞു കേട്ടോ.
നീ ഉണ്ടല്ലോ അതാ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ഇവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നിഖിലിന്റെ കോള് അച്ഛന്റെ ഫോണിലേക്ക് വരികയാണ്. നിഖില എന്ന് പറഞ്ഞു. എടുക്ക എടുക്ക എന്ന് സേതു പറഞ്ഞു. തന്നെ ഫോൺ എടുത്തു ആള്. ഹലോ അച്ചു, നീ എവിടെയാ, വീട്ടിലാണോ എന്ന് ചോദിച്ചു. അതെ വീട്ടിലാ, എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. നിശ്ചയം കഴിഞ്ഞു. ഇനി എന്നിട്ടും നമുക്ക് നേരിട്ട് പേഴ്സണലായിട്ടൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ലല്ലോ. ഞാനുള്ള സ്ഥലം മെസ്സേജ് അയക്കാം, അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ അയ്യോ, അത് എതിർത്തൊന്നും പറയണ്ട, ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഇവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ സേതു അവിടെ ഇരുന്നത് കേട്ടോണ്ടിരിക്കുവാണല്ലോ. പൂർണിമ അമ്മയുണ്ട്. എന്താ, കാണണം എന്ന് പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ആ എന്ന് പറഞ്ഞു അച്ചു. അതെ അതെ, എന്നാ അതിനെന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? വേറെ ആരുമല്ലല്ലോ, കെട്ടാൻ പോകുന്ന ആളല്ലേ, ഒന്ന് കണ്ടു എന്ന് വെച്ചപ്പോ എന്താ മോളെ കുഴപ്പം? അത് വേണ്ടേട്ടാ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട സേതു എന്ന് പൂർണിമാമൻ പറഞ്ഞു. അതല്ല, പുതിയ കാലമല്ലേ, പുതിയ കുട്ടികളും അല്ലേ, ഒന്ന് കണ്ടു എന്ന് വെച്ചാൽ എന്താ പൂർണിമാമയെ കുഴപ്പം? എന്തോ എനിക്കിതിനോടൊന്നും യോജിക്കാൻ അങ്ങ് പറ്റണില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരി ശരി. അപ്പൊ ഇന്നത്തെ കാലത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണങ്ങൾ നടക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ടേ ഒരു ഭയം, ഇത്രയെത്ര സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയാം. ശ്രദ്ധിച്ചാ അതിന്റെ ഗുണം നമുക്ക് തന്നെയല്ലേ. അതിനിവള് തനിച്ചല്ലല്ലോ പോണത്, ഞാനിവിടില്ലേ. ആ സേതു പോകുന്നുണ്ടോ? എന്നാ പിന്നെ ഒരു പ്രശ്നവുമില്ല, എന്നാ എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല. നീ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യ, അത് മതി, അതെനിക്കൊരു ധൈര്യ എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനും സന്തോഷം, പൂർണിമാമയ്ക്കും സന്തോഷം. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം കിഡിലനാണ് കേട്ടോ. നമ്മുടെ സേതുവിന്റെ മരണമാസമുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.